ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യർ യുവജനങ്ങൾ മാത്രമല്ല, എല്ലാവരോടും അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഹ്വാനമാണ്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതണമേ. അതറിയാത്തവർ പഠിക്കുക, അതിൽ മടി വിചാരിക്കരുത്. എനിക്ക് ഓതാൻ അറിയില്ല, ഇനിയിപ്പോൾ എങ്ങനെ ഉസ്താദിനോട് ചോദിച്ച് പഠിക്കുക? ഒരിക്കലും മടിപാടില്ലാത്ത വിഷയമാണത്. എന്തിനു നാണിക്കണം? അള്ളാഹുവിന്റെ സംസാരം പഠിക്കാനല്ലേ, റബ്ബിന്റെ കലാം. ഇഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതണമേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. വിശുദ്ധമായ ഖുർആൻ ഓതി നടക്കുന്ന ആളുകൾക്ക് നാളെ സാക്ഷി പറയാൻ വിചാരണയുടെ നാളിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഖുർആൻ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നമ്മുടെ ഷെൽഫുകളിൽ കിടക്കുന്ന ഖുർആൻ, നമ്മുടെ അലമാരകളിൽ വിശ്രമിക്കുന്ന ഖുർആൻ, നമ്മുടെ വീടുകളിൽ സുലഭമായി കിടക്കുന്ന ഖുർആനുകൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരും. റബ്ബേ, എന്നെ എടുത്തു നോക്കാൻ സമയം കിട്ടാത്തവരാണവർ. അവരുടെ മൊബൈൽ ഫോണുകൾ ചാർജ് തീരുമ്പോഴേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്, ബാലൻസ് തീരുമ്പോഴേക്ക് ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവേ, വിശുദ്ധ റമളാൻ കഴിഞ്ഞു പോയതിൽ പിന്നെ എന്നെ എടുത്തു നോക്കിയിട്ടില്ല. അവരെ സ്വയം ചാർജ് ചെയ്യാനുള്ള നിന്റെ റൂഹാനിയായ ചാർജാണ് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവേ, അവരെന്നെ എടുത്തു നോക്കിയിട്ടില്ലെന്ന് നാളെ അല്ലാഹുവിന്റെ ഖുർആൻ അത് ഉപേക്ഷിച്ചവർക്കെതിരെ സാക്ഷി പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹ്.